Hello, Muggles. Welcome to Future powered by Google Muggle. So, Muzi series here. So, Muggle, നമ്മുടെ പ്ലസ് വണ്ണിലെ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സെറ്റ്സ് എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു കിഡിലൻ ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നിങ്ങളെ കൃത്യമായി പഠിപ്പിക്കാനാണ് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത്. സോ നമുക്ക് ഏതാണ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിമോർഗൻസ് ലോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട്, എല്ലാ വർഷവും എക്സാം പേപ്പറിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അത് വെരിഫൈ ചെയ്യാൻ, തെളിയിക്കാൻ, പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. ഡിമോർഗൻസ് ലോ എന്താണ്? എ യൂണിയൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. നേരെ തിരിച്ചും എ ഇന്റർസെക്ഷൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രൂവ് ചെയ്യാൻ ചോദിക്കും, വെരിഫൈ ചെയ്യാൻ ചോദിക്കും. ഷുവർ ക്വസ്റ്റ്യനാ. സോ വളരെ സിമ്പിൾ ആക്കി ഞാൻ പറഞ്ഞുതരാം. ഇത് പഠിക്കാതെ ഒരിക്കലും നിങ്ങൾ എക്സാമിന് പോകരുത്, ശ്രദ്ധിച്ചോ. സോ ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് യു ഈക്വൽ ടു 1 to 6 വരെ ഉണ്ട്. യൂണിവേഴ്സൽ സെറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. 1 മുതൽ 6 വരെ യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട്. ആൻഡ് എ എന്ന സെറ്റ് 2, 3 ഉണ്ട്. ആൻഡ് ബി എന്ന സെറ്റ് 3, 4, 5. യെസ്, അപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട്, 2 അതിന്റെ സബ്സെറ്റും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെരിഫൈ ചെയ്യണം. എന്താ വെരിഫൈ ചെയ്യേണ്ടത്? എ യൂണിയൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ആദ്യം നിങ്ങൾ എഴുതേണ്ടത് എന്താ? LHS നിങ്ങൾ കൃത്യമായിട്ട് അങ്ങോട്ട് എഴുതാം. എന്നിട്ട് RHS ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒന്ന് എഴുതുക, ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ് എഴുതുക. അത് രണ്ടും ഈക്വൽ ആണ് എന്ന് തെളിയിക്കുക. ഇത്രയേ ഉള്ളൂ. സോ ആദ്യം എ യൂണിയൻ ബി ഓൾ ഡാഷ് എഴുതാം. അപ്പോൾ നമുക്ക് ആദ്യം എഴുതേണ്ടത് എ യൂണിയൻ ബി എഴുതി വെക്കാം അല്ലെ. എ യൂണിയൻ ബി, വാട്ട് ഇസ് എ യൂണിയൻ ബി? എ എന്ന സെറ്റിലുള്ളയും ബി എന്ന സെറ്റിലുള്ളയും എല്ലാ എലമെന്റ്സും, അതല്ലേ എ യൂണിയൻ ബി. സോ ഞാനിത് ആദ്യം എ യൂണിയൻ ബി എഴുതാൻ വേണ്ടി പോവാണ്, ശ്രദ്ധിച്ചോട്ടോ. എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എ ഉള്ള എലമെന്റ്സ് ആരൊക്കെ? 2, 3. അപ്പൊ ഇതാ സെറ്റിനുള്ള ആരൊക്കെ ഉണ്ട്? 2 ഉണ്ട്, 3 ഉണ്ട്. നെക്സ്റ്റ് ഇതാ ബി ഉള്ള എല്ലാ എലമെന്റ്സും 3, 4, 5. 3 ഓൾറെഡി എഴുതി, റിപ്പീറ്റ് ചെയ്യണ്ട. ബാക്കി 4, 5. ഇപ്പൊ എല്ലാ എലമെന്റ്സും ആയി. 2, 3, 4, 5 ആണെന്ത്? എ യൂണിയൻ ബി. ഇനി എ യൂണിയൻ ബി ഓൾ ഡാഷ് എഴുതണം. എ യൂണിയൻ ബിന്റെ കോംപ്ലിമെന്റ്, എ യൂണിയൻ ബി കോംപ്ലിമെന്റ് ഓൾ കോംപ്ലിമെന്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു എ യൂണിയൻ ബി ഓൾ ഡാഷ്. എന്താ? യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ യൂണിയൻ ബി മൈനസ് ചെയ്തതല്ലേ. വാട്ട് ഇസ് എ ഡാഷ്? എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ എന്നുള്ള സെറ്റിൽ എലമെന്റ്സ് മൈനസ് ചെയ്തത്. അപ്പൊ എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാലോ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് അതെന്ത് ചെയ്തത്? എ യൂണിയൻ ബി മൈനസ് ചെയ്തത്. സോ യൂണിവേഴ്സൽ സെറ്റ് യു മൈനസ്, യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ യൂണിയൻ ബി മൈനസ് ചെയ്തത്. എ യൂണിയൻ ബിയിലുള്ള എലമെന്റ്സ് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. സോ യൂണിവേഴ്സൽ സെറ്റ് ആരാ? 1, 2, 3, 4, 5, 6 ആണ്. അതിൽ നിന്ന് എ യൂണിയൻ ബിയിലുള്ള എലമെന്റ്സ് 2, 3, 4, 5 ഇവരൊക്കെ കൊണ്ട് മൈനസ് ചെയ്യാം. സോ എന്ത് ചെയ്തു? 2നെ കട്ട് ചെയ്തു, 3 കട്ട് ചെയ്തു, 4 കട്ട് ചെയ്തു, 5 കട്ട് ചെയ്തു. ബാക്കി ആരൊക്കെ ഉള്ളത്? 1 ഉണ്ട്, 6 ഉണ്ട്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 1,6. യെസ്. സോ ഇതാണ് എ യൂണിയൻ ബി ഓൾ ഡാഷ്. സെറ്റ് ആണല്ലോ എ യൂണിയൻ ബി ഓൾ ഡാഷ്. അപ്പൊ LHS സെറ്റായി, എ യൂണിയൻ ബി ഓൾ ഡാഷ് എഴുതി. യെസ്. ഇനി നമുക്ക് എന്ത് എഴുതണം? എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് എഴുതണം. എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. എ ഡാഷ് ആദ്യം എഴുതാ, ബി ഡാഷ് എഴുതാ, അതിന്റെ ഇന്റർസെക്ഷൻ എന്താന്ന് എഴുതാ. സോ ആദ്യം ഞാൻ എന്ത് എഴുതാൻ പോവാണ്? എ ഡാഷ് എ കോംപ്ലിമെന്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ എന്ന സെറ്റിലെ എലമെന്റ്സ് മൈനസ് ചെയ്തതല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു യു മൈനസ് എ. യുവിൽ നിന്ന് എയിൽ എലമെന്റ്സ് മൈനസ് ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു യു ആരാണ്? 1 to 6 വരെ ഉണ്ട്. യു 1 മുതൽ 6 വരെ ഉണ്ട്. അതിൽ നിന്ന് എയിൽ എലമെന്റ്സ് ആയിട്ടുള്ള 2ഉം 3ഉം, എ 2ഉം 3 അവരങ്ങോട്ട് കട്ട് ചെയ്തു. സോ 2നെ കട്ട് ചെയ്തു, 3നെ കട്ട് ചെയ്തു. ബാക്കി ആരൊക്കെ അവിടെ ഉള്ളത്? 1 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്. സോ ദ എലമെന്റ്സ് ഈസ് എ ഡാഷ് ഇസ് ഈക്വൽ ടു 1, 4, 5, 6. സോ ഇതാണ് എ ഡാഷ്. സെറ്റ് ആണല്ലോ, എ ഡാഷ് സെറ്റ് ആണല്ലോ. ഇനി ഇതേപോലെ ആരെ എഴുതണം? ബി ഡാഷിന് എഴുതണം. റെഡി? സോ ബി ഡാഷിനും കൂടി ഇതാണ്. ബി ഡാഷ് ഇസ് ഈക്വൽ ടു ബി കോംപ്ലിമെന്റ്. വാട്ട് ഇസ് ബി കോംപ്ലിമെന്റ്? യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ബിയിലെ എലമെന്റ്സ് മൈനസ് ചെയ്തത്. സോ യൂണിവേഴ്സൽ സെറ്റിൽ വീണ്ടും എടുക്കുകയാണ്. 1 മുതൽ 6 വരെയുള്ള സെറ്റാണ് യൂണിവേഴ്സൽ സെറ്റ്. അതിൽ നിന്ന് ബിയിലെ എലമെന്റ്സ് ആരൊക്കെയാടാ? 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. അവരങ്ങോട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുക. 3നെ കട്ട് ചെയ്തു, 4 കട്ട് ചെയ്തു, 5 കട്ട് ചെയ്തു. ബാക്കി ആരുള്ളത്? 1, 2, 6. 1, 2, 6 ആണ് എന്ത്? ബി കോംപ്ലിമെന്റ്. സോ ദാറ്റ്സ് ഈക്വൽ ടു ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ബിനെ മൈനസ് ചെയ്തു. ബാക്കി ആരുള്ളത്? 1 ഉണ്ട്, 2 ഉണ്ട്, 6 ഉണ്ട്. 1, 2, 6 ആണ് എന്ത്? ബി കോംപ്ലിമെന്റ്. ഇനി എന്ത് ചെയ്യണം? എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് എഴുതി വെക്കാം. എ ഡാഷിലും ബി ഡാഷിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ആണല്ലോ ഇന്റർസെക്ഷൻ. സോ മക്കളെ ശ്രദ്ധിച്ചോ. എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്, എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് ഈക്വൽ ടു എ ഡാഷിലുള്ള എലമെന്റ്സ് നോക്ക് 1, 4, 5, 6. ബി ഡാഷിലുള്ള എലമെന്റ്സ് നോക്ക് 1, 2, 6.
ഇതിൽ കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ആരൊക്കെയുള്ളത് നോക്ക്. ആരൊക്കെയുള്ളത് ശ്രദ്ധിച്ചോ. 1 കോമൺ ആ. അയ്യോ 1 കോമൺ അല്ലെ. 1 രണ്ടിലുണ്ട്. പിന്നെ ആരുണ്ട്? 6 രണ്ടിലുണ്ട്. വേറെ ആരെങ്കിലും ഉണ്ടോ? ഇനി ഇവിടെ ബാക്കിയുള്ള രണ്ടാമത് ഇതിലുണ്ടോ? ഇല്ല. അപ്പൊ ആരൊക്കെയുള്ളത്? 1 ഉം 6 ഉം ആണ്. എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് ഈക്വൽ ടു 1 ഉം 6 ഉം ആണ്. സോ 1, 6. ഇപ്പൊ കിട്ടിയത് നോക്ക്. ദാ ഇവിടെ കിട്ടിയതും സെയിം അല്ലേ? 1, 6 അല്ലേ? അപ്പൊ ദാ എ യൂണിയൻ ബി ഓൾ ഡാഷിന്റെ ആൻസർ കിട്ടിയതും എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് കിട്ടിയതും ഈക്വൽ ആണ്. അതിൽ നമുക്ക് എന്ത് പറയാം? എ യൂണിയൻ ബി ഓൾ ഡാഷ് ഈസ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് ഹെൻസ് വെരിഫൈഡ് എന്ന് എഴുതിയാൽ മതി. സെറ്റ് ആണോടാ? യെസ്. അപ്പൊ ലാസ്റ്റ് അങ്ങനെ എഴുതാ. എ യൂണിയൻ ബി ഓൾ ഡാഷ് എന്ന് പറഞ്ഞതും രണ്ടും സെയിം ആണ്. സോ എ യൂണിയൻ ബി ഓൾ ഡാഷ് ഈസ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് ഹെൻസ് വെരിഫൈഡ് എന്ന് എഴുതിയാൽ മതി. കാണുന്നുണ്ടല്ലോ അല്ലെ? റെഡി. ഹെൻസ് വെരിഫൈഡ് എന്ന് ലാസ്റ്റ് അങ്ങോട്ട് എഴുതാം. ഒന്ന് ചെറുതാക്കട്ടെ ഞാൻ എന്നാൽ. 1 സെക്കൻഡ്. യെസ് മക്കളെ, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. സ്ഥിരമായിട്ട് ഇത് ചോദിക്കലുണ്ട്. സ്ഥിരമായിട്ട് ചോദിക്കും. ഹെൻസ് പ്രൂവ്ഡ്, ഹെൻസ് വെരിഫൈഡ് എന്ന് ലാസ്റ്റ് എടുത്ത് എഴുതാം. യെസ്. സെറ്റ് ആണോടാ? റെഡി. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇത് ചെയ്യാതെ ചെയ്ത് പഠിക്കാതെ പോകരുത്. വളരെ സിമ്പിളാണ്. ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ കിട്ടിയാലും ഇതുപോലെ ആദ്യം എ യൂണിയൻ ബി ചെയ്താൽ അതിന്റെ കോംപ്ലിമെന്റ് ചെയ്താൽ എ ഡാഷ് ചെയ്താൽ ബി ഡാഷ് ചെയ്താൽ അതിന്റെ ഇന്റർസെക്ഷൻ ചെയ്ത് രണ്ടും സെയിമേ കിട്ടുള്ളൂ. നേരെ തിരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ രണ്ടാമത്തിലോ നേരെ തിരിച്ചിട്ട് എ ഇന്റർസെക്ഷൻ ബി ഓൾ ഡാഷ് ഈക്വൽ എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. ഇതും കൂടെ ഒന്ന് ചെയ്ത് നോക്കിയാലോ? ഇതും വെരിഫൈ ചെയ്യാൻ ചോദിക്കും. രണ്ടും ചോദിക്കും. അപ്പൊ നോക്കിക്കോ. എ ഇന്റർസെക്ഷൻ ബി ഓൾ ഡാഷ് ഇസ് ഈക്വൽ ടു, അപ്പൊ LHS എന്ന് എഴുതണം. ആദ്യം എ ഇന്റർസെക്ഷൻ ബി എഴുതണം. ഇവിടെ നമ്മളിപ്പോ വെരിഫൈ ചെയ്ത എന്താ? ഈ ക്വസ്റ്റ്യൻ എന്താ? എ യൂണിയൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. ഇത് നേരെ തിരിച്ച് എ ഇന്റർസെക്ഷൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ആദ്യം എ ഇന്റർസെക്ഷൻ ബി എഴുതാം. എയിലുള്ള എലമെന്റ്സ് ഇത് അവിടെ ഉണ്ട്, ബിയിലുള്ള എലമെന്റ്സ് ഉണ്ട്. അതിന്റെ ഇന്റർസെക്ഷൻ ആരൊക്കെയാണ്? 2, 3, 3, 4, 5. അപ്പൊ രണ്ടിലും കോമൺ ആയിട്ട് ആരേ ഉള്ളൂ? 3 മാത്രമേ ഉള്ളൂ അല്ലെ? അപ്പൊ എ ഇന്റർസെക്ഷൻ ബി എന്താ? 3 എന്നുള്ള എലമെന്റ് മാത്രമേ ഉള്ളൂ. സോ എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു സെറ്റ് 3. റെഡി ആണോ? ഇവിടെ 3 മാത്രമാണ് എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളൂ. റെഡി. ഇനി അതിന്റെ കോംപ്ലിമെന്റ് എ ഇന്റർസെക്ഷൻ ബിന്റെ കോംപ്ലിമെന്റ്, എ ഇന്റർസെക്ഷൻ ബിന്റെ കോംപ്ലിമെന്റ് ദാറ്റ്സ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു എന്ത് ചെയ്യണം? യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ ഇന്റർസെക്ഷൻ ബിയിൽ എലമെന്റ്സ് മൈനസ് ചെയ്തത്. യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് മൈനസ് ചെയ്യണം. എന്താ മൈനസ് ചെയ്യേണ്ടത്? എ ഇന്റർസെക്ഷൻ ബി മൈനസ് ചെയ്തത്. ദാറ്റ്സ് ഈക്വൽ ടു യൂണിവേഴ്സൽ സെറ്റ് ആരാ? 1 മുതൽ 6 വരെയുള്ള ഈ സെറ്റിൽ നിന്ന് എ ഇന്റർസെക്ഷൻ ബിയിൽ എലമെന്റ് ആരാണ്? 3 ആണ്. അവനെ കട്ട് ചെയ്തു. ഈ 3നെ കട്ട് ചെയ്യുക. ബാക്കി ആരൊക്കെ ഉള്ളടാ? 1, 2, 3. 3 ഇല്ല 4, 5, 6. അപ്പൊ അവരാണ് എന്ത്? എ ഇന്റർസെക്ഷൻ ബി ഓൾ ഡാഷ്. 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്. യെസ്, ഇതാണ് എ ഇന്റർസെക്ഷൻ ബി ഓൾ ഡാഷ്. എ ഇന്റർസെക്ഷൻ ബി ഓൾ ഡാഷ് ഇസ് ഈക്വൽ ടു 1, 2, 4, 5, 6. സെറ്റ് ആണോ? അവനെ കിട്ടി. ഇനി രണ്ടാമത്തെ ആള്. അപ്പൊ LHS നമുക്ക് കിട്ടി. LHS എ ഇന്റർസെക്ഷൻ ബി ഓൾ ഡാഷ് കിട്ടി. ഇനി ആരെ എഴുതണം? എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. അപ്പൊ ദാ എ ഡാഷ് എന്താണ്? എ ഡാഷ് ഇസ് ഈക്വൽ ടു യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ആരെ മൈനസ് ചെയ്തത്? എ മൈനസ് ചെയ്ത്. അത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എ ഡാഷ് ബി ഡാഷ് എഴുതിട്ടോ. അപ്പൊ ഞാൻ അതന്നെ എടുത്ത് ചെയ്താട്ടോ. അങ്ങോട്ട് നമ്മൾ ഓൾറെഡി എഴുതിയതാണ്. അതുകൊണ്ട് നമ്മൾ വെറുതെ സമയം കളയണ്ട. എ ഡാഷ് ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എഴുതിയത് കൊണ്ട് ഞാൻ അവനെ എങ്ങോട്ട് എടുക്കാം. റെഡി? യെസ്. എ ഡാഷ് നമ്മൾ ഓൾറെഡി പെട്ടെന്ന് എഴുതിയാണ്. ബി ഡാഷും എഴുതിയിട്ടുണ്ട്. റെഡിയാണല്ലോ? യെസ്. ഓക്കെ. ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എഴുതിയതാണ് നമ്മൾ. അതുകൊണ്ടാട്ടോ ഞാൻ വേഗം എടുത്തത്. നമ്മൾ വെറുതെ ഇവിടെയും എഴുതിയിട്ട് ടൈം വെറുതെ പോകണ്ടല്ലോ. റെഡി? എ ഡാഷും ബി ഡാഷും ഓൾറെഡി ഉണ്ട്. നമ്മൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ കൃത്യമായി എഴുതിയതാ. നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇവിടെ എ ഡാഷ് യൂണിയൻ ബി ഡാഷ് ആണ് എഴുതേണ്ടത്. എ ഡാഷിന്റെയും ബി ഡാഷിന്റെയും എ ഡാഷ് യൂണിയൻ ബി ഡാഷ് എഴുതാം. എ ഡാഷ് യൂണിയൻ ബി ഡാഷ് ദാറ്റ്സ് ഈക്വൽ ടു എ കോംപ്ലിമെന്റിന്റെയും ബി കോംപ്ലിമെന്റിന്റെയും യൂണിയൻ. അപ്പൊ നോക്ക്, എല്ലാ എലമെന്റ്സും എടുത്ത് എഴുതണം. അപ്പൊ ദാ 1, 4, 5, 6 ഉണ്ട്. ആ 1ഉം 6ഉം ഇതിലുണ്ട്. അപ്പൊ പിന്നെ റിപ്പീറ്റ് ചെയ്യണ്ട. ബാക്കി ആരാള്? 2 ഉണ്ട്. അപ്പൊ 2ഉം കൂടിയും കയറും. അപ്പൊ ആരൊക്കെ ഉണ്ടാവും? എല്ലാ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്. ഇപ്പോ എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് അല്ല, എ ഡാഷ് യൂണിയൻ ബി ഡാഷിലെ എല്ലാ എലമെന്റ്സുമായി 1, 2, 4, 5, 6 അതല്ലേടാ അവിടെയും കിട്ടി. 1, 2, 4, 5, 6 രണ്ടും ഈക്വൽ അല്ലേ? യെസ്. അപ്പൊ ഇവിടെ കിട്ടിയത് എന്താണ്? ഈക്വൽ ആണ്. സോ എന്തായി? ഹെൻസ് വെരിഫൈഡ്. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് എഴുതാം എ ഇന്റർസെക്ഷൻ
ബി ഓൾ ഡാഷ് ഈസ് ഈക്വൽ ടു എ ഡാഷ് യൂണിയൻ ബി ഡാഷ്, ഹെൻസ് വെരിഫൈഡ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ മക്കളെ. ഇത് ഷുവർ ആയിട്ടും സെറ്റ് ആയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കമന്റ് ചെയ്യണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. നിങ്ങൾ കമന്റ് ചെയ്യുക, മനസ്സിലായെങ്കിൽ സെറ്റ് ആയെങ്കിൽ ഇതിൽ നിന്ന് മാർക്ക് കളയൂല എന്നുള്ളവരും കമന്റ് ചെയ്യുക. സോ മക്കളെ ഇതുപോലത്തെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും വേണമെങ്കിൽ ഏതാണ് ടോപ്പിക് വേണ്ടത് എന്നുള്ളതും ഏത് ചാപ്റ്റേഴ്സ് വേണം എന്നുള്ളതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യുക. സോ മക്കളെ ഇതുപോലത്തെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരും അടിച്ചു പൊളിച്ച് പഠിക്കാൻ പറ. നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ, സീ യു.